വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ. എന്നാൽ സഖ്യം എവിടെയും ഉണ്ടായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് അവസാനിച്ചു. 4 വോട്ടിന് വേണ്ടി മതേതരത്വത്തിനെതിരായ നിലപാടിലേക്ക് ലീഗ് പോകില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് അതിനുള്ള ബന്ധം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ടായതാണ്. ചിലയിടത്തൊക്കെ ബന്ധമായിട്ടില്ല, സഖ്യത്തിനൊന്നും വന്നിട്ടില്ല. അതിൽ ചില നീക്കുപോക്കുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കുകളാണ്. അത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. ഓരോ പാർട്ടി ഓരോ സംഘടനകൾക്ക് അവരവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ടാവും. അതിനനുസരിച്ച് അവർ പ്രസ്താവന നടത്തുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കലും മതേതരത്വത്തിന് എതിരായൊരു നിലപാടിലേക്ക് പോവുകയില്ല. 4 വോട്ടുകൾക്ക് വേണ്ടി മതേതരത്വത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് ലീഗ് പോവുകയില്ല. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മുൻപും സാദിഖ് അലി തങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. സഹകരണമില്ല, പക്ഷേ ചില നീക്കുപോക്കുകൾ ഉണ്ടാകാം എന്നുള്ളത്. അത് UDF-മായിട്ട് മാത്രമല്ല LDF-മായിട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇക്കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു, അല്ലേ? തീർച്ചയായും ശ്രുതി, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ പ്രത്യേകിച്ച് ലീഗിന്റെയൊക്കെ ബന്ധം വലിയ ആയുധമായി CPM പലതവണ ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ അങ്ങനെ തന്നെ കണ്ടു. കാരണം പലയിടത്തും പല മേഖലയിലും ഒരു സഖ്യം അല്ലെങ്കിൽ കൂടി പല നീക്കുപോക്കുകളും UDF-ന് ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിലപാട് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് നീക്കുപോക്കുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സഖ്യം എന്നതിലേക്ക് UDF കടന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലവിലെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം, അത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ തങ്ങൾ ഇസ്ലാമിക രാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഇപ്പോൾ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ നൽകുന്ന മറുപടി. അവർ ഓരോ പാർട്ടിക്കും അവരുടേതായ ആശയങ്ങളുണ്ടാകാം, സംഘടനകൾക്ക് അവരുടേതായ ആശയങ്ങളുണ്ടാകാം, അതവർ പറയുകയും ചെയ്യും. പക്ഷേ നിലവിൽ ഒരു 4 വോട്ടിന് വേണ്ടി മതേതരത്വത്തെ കളയുന്ന അല്ലെങ്കിൽ അതിനോട് മതേതരത്വ കാഴ്ചപ്പാടുകളോട് സന്ധി ചെയ്യുന്ന അതിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് തങ്ങൾ പോകില്ല എന്നാണ് ഇപ്പോൾ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഈ ജമാഅത്തിന്റെ വോട്ട്, വെൽഫെയർ പാർട്ടിയുടെ വോട്ടൊക്കെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ലീഗ് അധ്യക്ഷൻ നൽകുകയും ചെയ്യുന്നില്ല. ഏതായാലും മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് തങ്ങൾ പോകില്ല എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്കൊരു മറുപടി എന്ന നിലയിൽ ഇപ്പോൾ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറയാൻ ശ്രമിക്കുന്നത്. ശരി, വ്യക്തമാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.